പുകവലി എങ്ങനെയാണ് ശരീരത്തിന് ഹാനികരമാകുന്നതെന്ന് കൂട്ടുകാർക്കറിയാമോ? ഈ ആനിമേഷൻ ശ്രദ്ധിക്കൂ. പുകവലിക്കുമ്പോൾ ശ്വാസകോശത്തിലെ ശ്വാസനാളം, ശ്വസന നളികകൾ, വായുവറകൾ എന്നിവയിൽ ഈ പുക നിറയുന്നു. ടാർ, നിക്കോട്ടിൻ, കാർബൺ മോണോക്സൈഡ്, ബെൻസോപൈറിൻ തുടങ്ങി ക്യാൻസറിന് ഹേതുവാകുന്നതും അല്ലാത്തതുമായ 4000-ലേറെ രാസവസ്തുക്കൾ ഈ പുകയിൽ അടങ്ങിയിരിക്കുന്നു. കാലക്രമേണയുള്ള ടാർ നിക്ഷേപത്തിന്റെ ഫലമായി ശ്വാസനാളിയുടെ ഉൾഭാഗം കറുപ്പ് നിറമായി മാറുന്നു. ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന ടാറും നിക്കോട്ടിനും ശ്വാസനാളിയിൽ പ്രവേശിക്കുന്ന ഉപദ്രവകാരികളായ ബാക്ടീരിയകളെ നീക്കം ചെയ്യുന്ന സീലിയകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. വായു അറകളിൽ അടിഞ്ഞുകൂടുന്ന നിക്കോട്ടിൻ വാതക വിനിമയത്തെയും ഓക്സിജൻ തന്മാത്രകളുടെ ചുവന്ന രക്താണുക്കളിലേക്കുള്ള യാത്രയെയും തടസ്സപ്പെടുത്തുന്നു. സിഗരറ്റ് പുകയിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ് ശരീരത്തിന് ഹാനികരമാകുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ചുവന്ന രക്താണുക്കളിലുള്ള ഹീമോഗ്ലോബിന് ഓക്സിജനേക്കാൾ പ്രതിപത്തി കാർബൺ മോണോക്സൈഡിനോടാണ്. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്നുണ്ടാകുന്ന കാർബോക്സി ഹീമോഗ്ലോബിൻ വളരെ സാവധാനം വിഘടിക്കുന്നതിനാൽ രക്തത്തിന് ഓക്സിജന് സ്വീകരിക്കാനുള്ള ശേഷി കുറയുന്നു. സിഗരറ്റ് പുകയിൽ അടങ്ങിയിരിക്കുന്ന കാഴ്സിനോജനുകൾ വായ, തൊണ്ട, ശ്വാസകോശം തുടങ്ങി പല അവയവങ്ങളിലുമുള്ള ക്യാൻസറിന് കാരണമാകുന്നു. പുകവലിക്കാരിൽ ബ്രോങ്കൈറ്റിസ് അഥവാ ശ്വാസനാളിയിലുണ്ടാകുന്ന വീക്കം വളരെ വ്യാപകമാണെന്ന വസ്തുത കൂട്ടുകാർക്കറിയാമല്ലോ. ഇനിയും പല രീതികളിൽ പുകവലി ശരീരത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ട്. സിഗരറ്റ് പുകയിൽ അടങ്ങിയിരിക്കുന്ന മാരക പദാർത്ഥങ്ങൾ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തി പലതരത്തിലുള്ള നാശങ്ങൾക്ക് ഹേതുവാകുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പുകവലി ശരീരത്തെ പല രീതിയിൽ കൊല്ലുന്നു. ഓരോ സിഗരറ്റും അതിന്റെ പുകയും നമ്മെ മരണത്തോടടുപ്പിക്കുന്നു എന്ന സത്യം കൂട്ടുകാർക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ.